ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കിയും ലാലേട്ടനും കുഞ്ചാക്കോ ബോബനും ഫഹദും കൂടി അഭിനയിക്കുന്ന പാട്രിയോട്സ്. ആ സിനിമയുടെ ഒരു അപ്ഡേറ്റിൻ്റെ മോനെ എന്തല്ലേ ഒരു രക്ഷയില്ലാത്തൊരു ഒരു പി ആർ വർക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പലരുടെയും മോഹൻലാൽ എന്ന വ്യക്തിനെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ മമ്മൂട്ടിയാണ് ഇപ്പോൾ എല്ലാവരുടെയും കയറി ഇറങ്ങി സ്ക്രീൻ എല്ലാം കൊടുക്കുന്നത്. അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ചിലപ്പോൾ മോഹൻലാലിൻ്റെ ഏതെങ്കിലും തരത്തിൽ വല്ല ഒരു സിനിമയിൽ ലോക്കായി കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ പറ്റാതായിരിക്കും തോന്നുന്നു. എന്നിരുന്നാലും പടത്തിൻ്റെ ആ ഒരു ബുക്കിംഗ് അനൗൺസ് വന്നു. ഞാൻ കയറി ബുക്ക് ചെയ്തിട്ടു. നിങ്ങൾക്ക് ബുക്ക് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ അടിപൊളി തിയേറ്ററും നല്ല ട്രിവാൻഡ്രത്ത് നമുക്ക് കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും സെറ്റപ്പ് സിനിമയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ക്രൂ ഒരു ഒന്നൊന്നര ക്രൂ ആണ്. കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഒന്നിക്കുന്ന സിനിമ എന്ന് പറയുന്നത് അത് വലിയൊരു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചതും അതിന് അവരുടെ ഈ രണ്ട് ഫാൻസിൻ്റെയും ഒരു ഡ്രീം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല രസമായിരിക്കുമല്ലോ. കാരണം ഇവർ ഒന്നിച്ചത് അവസാനം 2020 അത് അതിഗംഭീരമായിരുന്നു. കാരണം അതിലെ ഓരോ രീതിയും മോഹൻലാൽ എന്ന വ്യക്തിയും മമ്മൂട്ടി എന്ന വ്യക്തി എങ്ങനെയാണ് ആ സിനിമയിൽ അഴിഞ്ഞാടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷസ പരിപാടിയായിരുന്നു. എന്നാലും ഈ ഒരു പാറ്റേഴ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം ഒരു ഗംഭീരമായൊരു കംബാക്കൊന്നുമല്ല അവർ. എന്നാലും ആ ഒരു പുതുമയുണ്ടല്ലോ അവരുടെ ആ ഒരു ഈ ഒരു 2020 ഒരു നിർത്തി വെച്ചൊരു സംഭവം അതൊന്നുകൂടി പോളിഷ് ചെയ്ത് ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു വേറൊരു തലത്തിലേക്ക് ഇതിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻസ് വേണ്ട മക്കളെ. പാറുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സ്വന്തം മഹേഷ് നാരായണൻ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഒരു കൾട്ട് പോലെയാണ് അവസാനിപ്പിച്ച് വരിക. കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമ മാലികയൊക്കെ കണ്ട അറിയാലല്ലേ. മാലികയൊക്കെ ആ ഒരു ക്ലാസ് സാധനമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് പറയുമ്പോൾ എന്തെന്നാണ് കാട്ടി വെച്ചത് ഒരു രക്ഷയിലെ സാധനം. കാരണം ആ ഒരു റിയൽ സ്റ്റോറീനെ അവരത് മാറ്റി ഒരു സെറ്റൊക്കെ ഇട്ട് അത്രയും ഗംഭീരമായൊരു സിനിമയ്ക്ക് മാറ്റാൻ മാലികന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും പ്രിയപ്പെടേണ്ട അമ്മാതിരിയാണ്. കാരണം മമ്മൂട്ടിനെ പലപ്പോഴും പറയുന്നത് ഈ സിനിമ നമ്മളൊരിക്കലും ക്യാൻവാസിങ് അവരുടെ ഒരു അണ്ടർ ദ ബഡ്ജറ്റ് വരുന്നതല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഇങ്ങനെ ഒരിക്കലും നടക്കാതിരിക്കാനുള്ളതായിരിക്കണം എന്നാണ് സിനിമ. കാരണം ഇതൊരിക്കലും റിയൽ സ്റ്റോറിയല്ല, ഒരു ഫിക്ഷനാണ്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കരുത് എന്ന് എല്ലാവരും ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് എന്നാണ് ഇപ്പോൾ മമ്മൂട്ടി എന്ന മഹാനടൻ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമ ആദ്യമായിട്ട് എത്തിച്ചത് മമ്മൂട്ടിൻ്റെ കയ്യിൽ തന്നെയാണ്. അതിനുശേഷമാണ് പല ഡിസ്കഷനും വന്നു. അതിനുശേഷം മോഹൻലാൽ എത്തിപ്പെട്ടു എന്ന രീതിക്കെത്തി. എന്തായാലും ഈ സിനിമയുടെ ഒരു റേഞ്ച് പോക്ക് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിച്ച് പൊളിച്ചു വേണം സിനിമ കണ്ട് റിവ്യൂ ഒക്കെ തരുന്നതായിരിക്കും. എന്തായാലും മക്കളെ ഈ സിനിമയിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺപുലികൾ ഈ സിനിമയിലുണ്ട്. രേവതിയുണ്ട്, ദർശനുണ്ട്. അടിപൊളി. പിന്നെ നയൻതാരയുണ്ട്. ഇങ്ങനെ പിന്നെ വേറൊരു നടിയും കൂടി ഉണ്ട്. നടിയുടെ പേര് എനിക്കറിയില്ല, ഐ എം സോറി. മറ്റേ ഒരു ഇത്തിരി നേരം എന്ന സിനിമയിലുള്ള നായികയാണ്. അതായത് ആ പെൺകുട്ടി നല്ല അടിപൊളി ആക്ടർ തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമ നിലനിൽ പൊളിച്ചെടുക്കുന്നില്ല ഒരാടാറ് സാധനം. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും മുകളിൽ നിന്നൊരു സാധനം കൂടി ഉണ്ട്. നമ്മുടെ സ്വന്തം സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അതൊരു സംഭവമാണ്. മലയാളത്തിൽ ആര് വന്ന് പോയാലും സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക് ഉണ്ടല്ലോ, അയ്യോ അതൊരു ഫീലാണ് മോനെ. ആ ഒരു ഭീഷ്മത്തിൽ ഇങ്ങനെ തൂക്കി അടിയുണ്ടല്ലോ എൻ്റെ മോനെ. പിന്നെ മറ്റേ കുറിപ്പിലൊക്കെ വരുന്ന ഒരു സാധനം എൻ്റെ മോനെ, അതാണ് ശ്യാമിൻ്റെ ആ മ്യൂസിക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്ര ഗംഭീരമായ സാധനം ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് അറിയാനുള്ള ഞാൻ നോക്കുന്നത്. കാരണം അത്രയും നല്ലൊരു അടിപൊളി തിയേറ്ററിലാണ് സിനിമ കാണാൻ പോകുന്നത്. എന്തായാലും മക്കളെ സിനിമ നിങ്ങളെ പോയി കാണാം. എന്തായാലും ഇനിയും വരും. ഞാകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ളൂ. എന്തായാലും അടിച്ച് പൊളിക്കാം. എന്തായാലും സിനിമ നിങ്ങളൊപ്പം ഞാനുണ്ടായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ, സി യു. ഓക്കെ, സി യു, ടേക്ക് കെയർ.